ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വിക്രമിന് വേണ്ടിയിട്ടുള്ള പായസമൊക്കെ ഉണ്ടാക്കുകയാണ്. അതായത് നമ്മുടെ ശ്രീജയും വേദയും കൂടി, അതായത് വിക്രം ഇന്ന് രാത്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ശ്രീനിസാറിൽ നിന്ന്. അതായത് ആ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ആളെ തട്ടിക്കൊണ്ട് പോവുക, അതാണ് ഉദ്ദേശം. പക്ഷേ അതിന് വേദ അനുവദിക്കത്തും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രി വിക്രം ഉറങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് വേദ പായസത്തിൽ ഉറക്കഗുളിക കലക്കി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പായസം എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൽ ഉറക്കഗുളിക പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദിനി വരികയാണ്. അപ്പോൾ നന്ദിനിക്ക് ആഹാര സാധനങ്ങളോടൊക്കെ ഭയങ്കര ഒരു താല്പര്യമാണ്. ആയി പായസം എന്നൊക്കെ പറഞ്ഞ് വരികയാണ്. അത് നന്ദിനിയേട്ടത്തേക്ക് ഉണ്ടാക്കിയല്ല, ഞാൻ വിക്രമിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കി. അതെന്താ വിക്രമിന് മാത്രം സ്പെഷ്യൽ? വിനായകേട്ടന് ഞാനും ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എന്താ നോക്കുത്തിയായിട്ട് നിൽക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ എന്താ വിശേഷം അത് പറയാമെന്ന് പറയുകയാണ്. അത് എനിക്ക് ഗർഭമാണ്, അതിൻ്റെ ചില യാക്കൊക്കെയാണെന്ന് വേദ പറയുന്നത്. എന്നൊക്കെ ഗർഭം, ഇനി നിൻ്റെ പ്രസവം കൂടി കാണേണ്ടി വരുമെന്നൊക്കെ ശ്രീജേട്ടത്തിയോട് നന്ദിനി ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയണം അതൊന്നും അല്ല, ഇത് വിക്രമിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കിയതാണ്, അവന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നതും വേദയുടെ കയ്യിൽ നിന്ന് നന്ദിനി പായസം തട്ടി പറിച്ച് നന്ദിനി കുടിക്കണമായ നല്ല പായസം. അവസാനം കുറച്ച് കശർപ്പുണ്ടായിരുന്നു കേട്ടോ, എങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീജയും വേദയും വളരെയധികം വിഷമിച്ച് നിൽക്കുകയാണ്. ഇതിൽ നിങ്ങൾ ഒതളങ്ങ പരിപ്പ് കലക്കിയെന്നായിരിക്കും പറയാൻ പോകുന്നത്, അതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല നന്ദിനി പറയുകയാണ്. അപ്പോൾ ഒതളങ്ങയുടെ പരിപ്പൊന്നും അല്ല കലക്കിയത് കേട്ടോ, ഞാൻ ഇതിൽ കുറച്ച് ഉറക്കഗുളിയാണ് കലക്കിയത്. എന്നിട്ട് ബാക്കി വന്ന ഉറക്കഗുളിക കലക്കിയതിൽ ബാക്കി വന്ന പായസം എടുത്ത് വിക്രമിന് കൊണ്ട് വേദ കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ശ്രീജേട്ടത്തിയോട് പറയുകയാണ്, നിങ്ങൾ ഉറക്കഗുളിയൊന്നും കലക്കത്തില്ല, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നല്ല പായസം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ശ്രീജയും വേദയും കൂടി പുറത്തോട്ട് പോവുകയാണ്, അതായത് വിക്രമിന് പായസം കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയം നന്ദിനി അവിടെ അടുക്കളയിലൊക്കെ നോക്കുമ്പോൾ ടാബ്ലറ്റിൻ്റെ കവറും മരുന്ന് പൊട്ടിച്ച പേപ്പറൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നന്ദിനി മനസ്സിലാവണം, അയ്യോ ഇത് ഉറക്കഗുളിക കലക്കിയെന്ന് പറഞ്ഞാൽ ഉള്ളതായിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ നന്ദിനി നേരെ വേദയുടെ അടുത്തേക്ക് വരികയാണ്. നീ പറഞ്ഞ സത്യമാണല്ലേ ഡി, ഉറക്കഗുളിക കലക്കിയല്ലേ? ഈശ്വര, ഞാൻ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വിക്രമിന് നീ കൊടുത്തു എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വിക്രമിൻ്റെ മുറിയിലോട്ട് കയറി പോകാനായിട്ട് ചെയ്യുന്നത്. ഇനി നന്ദിനിയേട്ടത്തിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് ഞാൻ ഉറങ്ങി വരും, ആ സമയം നിങ്ങളെ ഞാൻ ശ്വാസം മുട്ടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് വേദ. അപ്പോൾ ഇതൊക്കെ കേട്ട് പേടിച്ച് നന്ദിനി റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ശ്രീജേട്ടത്തിയാണ് വിക്രമിന് പായസമായിട്ട് റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ വിക്രമേന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എന്താ ശ്രീജേട്ടത്തി ഞാൻ ചോദിക്കുകയാണ്. എന്നിട്ട് പായസ ഗ്ലാസ് കൊടുക്കുകയാണ്. ഇന്നെന്താ വിശേഷം, പായസമൊക്കെ ആയിട്ടാണല്ലോ വരവെന്ന് ചോദിക്കുകയാണ്. വിശേഷമൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയതാണ്. ശ്രീജേട്ടത്തി അവിടെ കിടന്ന് പരുങ്ങുന്ന കണ്ട് വേദ ഓടി വരികയാണ്. അയ്യോ വെറുതെ ഉണ്ടാക്കിയെന്നല്ല കേട്ടോ. അപ്പോൾ ശ്രീജേട്ടത്തി നമ്മുടെ ഈ ചായ്പില്ല, അതൊരു യൂണിറ്റായിട്ട് തുടങ്ങാൻ പോവുകയാണ്, അതായത് ശ്രീ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ ലോണും മറ്റു കാര്യങ്ങളെല്ലാം ഇനി ശരിയാക്കണം, പിന്നെ വിശ്വേട്ടനും ഒരു ജോലി ആകുമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രം പറയണ അത് നല്ല ഐഡിയ ആണല്ലോ ശ്രീജേട്ടത്തി. എന്നിട്ട് പായസം മുഴുവനും കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് ശ്രീജ പറയുക, അയ്യോ വേദ വെറുതെ പറയുന്നതാണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ശ്രീജ വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ് ഗ്ലാസ് വാങ്ങിയിട്ട്. അപ്പോൾ വേദയുടെ വിക്രം വന്ന് പറയുകയാണ്, വേദാളമ്മേ നിൻ്റെ ഐഡിയ കൊള്ളാം കേട്ടോ, അപ്പോൾ ഞാൻ വിശ്വേട്ടനൊരു ജോലി ആകാമല്ലോ എന്നൊക്കെ വിക്രമൻ പറയുകയാണ്. വിശ്വേട്ടന് മാത്രമല്ല നിങ്ങൾക്കൊരു ജോലിയാകും കേട്ടോ, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ മടിയൊന്നുമില്ലല്ലോ, എനിക്കെന്ത് മടിയാണ്, ഞാൻ ഏത് ജോലി വേണമെങ്കിലും ചെയ്യുമെന്ന് പറയാം. നിങ്ങളിതിൽ ഉൾപ്പെടുത്താതിരിക്കുകയാണ് നല്ലത്. നിങ്ങളുടെ ശ്രീനിസാറിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ ഇവിടെ, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇടപെടാതിരിക്കുകയാണ് നല്ലത്. മാത്രമല്ല വല്ല ഗുണ്ടകളും വന്ന് നിങ്ങളാണ് നടത്തുന്നത് അറിഞ്ഞാൽ എല്ലാം നശിപ്പിച്ചിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ വെറും ഗുണ്ടയല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ വേദ പറയുകയാണ്. പിന്നെ നിങ്ങളെ കിഡ്നാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ, ഞാൻ ഫോണിൽ നിങ്ങൾ സംസാരിക്കാൻ കേട്ടു, നിങ്ങൾക്ക് നാണമില്ല, അച്ഛൻ അറിഞ്ഞാണ്ടല്ലേ നിങ്ങളെ വെച്ചേക്കില്ല എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ എൻ്റെ കാര്യങ്ങൾ, നീ അതിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞ് വേദ വഴക്ക് പറയുകയാണ്. ഞാനൊന്നിനും വരുന്നില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പോവുകയാണ്. നിങ്ങൾ പോണതിന് മുമ്പ് കുറച്ച് നേരം വിശ്രമിക്കുക, എന്തായാലും രാത്രി പിടിപ്പത് പണിയുള്ളതല്ലേ എന്നൊക്കെ വേദ പറയുകയാണ്. എന്നിട്ട് വേദ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയം വിക്രം ഫോണെടുത്ത് ജോസഫിനെ വിളിക്കുകയാണ്. കൃത്യം രാത്രി 11 മണിക്ക് ഒരു വണ്ടിയായിട്ട് വരണമെന്ന്, നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് വിക്രമിന് ഇങ്ങനെ ഉറക്കം വരുന്ന പോലെ തോന്നുകയും വിക്രം കിടന്നുറങ്ങുകയും ചെയ്യുകയാണ്.
അത് കഴിഞ്ഞ് ശ്രീജ നല്ല സന്തോഷത്തിൽ വിഷുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് റൂമിൽ വെച്ച് അവർ രണ്ടുപേരും കൂടി സംസാരിക്കണം. വിഷുവേട്ട, ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്, ഇന്ന് വലിയ ഉത്സാഹത്തിലാണല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് ഞാൻ വിഷുവേട്ടനൊരു വണ്ടി എടുത്തു തരട്ടെ, വണ്ടിയുടെ പിറകിലൊരു ബോക്സും കാണാം, എന്നൊക്കെ എന്താ വട്ടു പിടിച്ചു, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് കേട്ടോ, നീ എങ്ങനെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ ലോൺ എടുക്കും, ലോൺ എടുത്ത് വണ്ടി എടുക്കാനോ? നീ എന്ത് മണ്ടത്തരങ്ങളൊക്കെയാണ് പറയുന്നത്, പിന്നെ ആര് തിരിച്ചടയ്ക്കുമെന്നൊക്കെ വിഷയം ചോദിക്കുകയാണ്. അത് വേദ പറഞ്ഞു, എൻ്റെ പേരിൽ, അതായത് ശ്രീ ഫുഡ് എന്ന പേരിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെന്നും, അപ്പോൾ ലോൺ എടുത്ത് എല്ലാ അച്ചാറുകളും കറി പൗഡറുകളും പിന്നെ എല്ലാ ഐറ്റംസും സ്വീറ്റ്സ് ഐറ്റംസും എല്ലാം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഓരോ കടയിൽ ചെന്ന് സപ്ലൈ ചെയ്യണം വിഷയമായിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഐഡിയ കൊള്ളാം, പക്ഷേ ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ? വേദ വെറുതെ പറഞ്ഞായിരിക്കും എന്നൊക്കെ വിഷയം പറയുകയാണ്. ഞാൻ വിക്രമിന് പായസം കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ വേദ വെറുതെ അവൻ്റെ കൂടെ പറഞ്ഞതായിരിക്കും, പക്ഷേ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ വിഷയമായിട്ടാന്ന് പറയും. പായസം എന്തിനാണ് ഇന്ന് പായസമൊക്കെ ഉണ്ടായി, എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇല്ല, അത് പിന്നെ എന്ന് പറഞ്ഞ് മടിച്ച് ശ്രീജ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ ഒരു ദൗത്യം വിക്രം ഏറ്റെടുത്തിരിക്കുകയാണെന്നും, അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ഒരു പൊല്ലാപ്പ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വേദ പായസത്തിൽ ഉറക്ക ഗുളിക കലക്കി കൊടുത്തിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇനി നാളെ അവൻ എണീക്കുമ്പോൾ എന്തൊക്കെ പുകിലായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അവൻ്റെ സ്വഭാവം അറിഞ്ഞൂടെ എന്നൊക്കെ വിഷയം ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വേദ വന്ന് കഥയിൽ തട്ടുകയാണ്. അപ്പോൾ വേദ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, നാളെ ഞാൻ എന്തൊക്കെ പുകിലുണ്ടാക്കുമെന്ന് വിഷയം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അവരുടെ സ്വഭാവം അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നാളത്തെ കാര്യം നാളെ നോക്കാം വിഷയമായിട്ടാണ് വേദ പറയുകയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ വന്നത് ഒരു യൂണിറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ശ്രീ ഫുഡ്സ് എന്ന പേരിൽ ഒരു യൂണിറ്റ് നമുക്ക് തുടങ്ങാം, എല്ലാ കാര്യങ്ങളും ശരിയായ ശേഷം ഇവിടെ ഉള്ളവരോട് പറയാമെന്നും വേദ പറയുകയാണ്. എന്നിട്ട് വേദ റൂമിന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ വിഷയത്തിന് സന്തോഷമായില്ലേ, ഞാൻ പറഞ്ഞൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണല്ലേ ശ്രീജയെന്ന് വിഷയം പറയുകയാണ്. അതൊക്കെ പോട്ടെ, ബാക്കിയുള്ള പായസം മിച്ചം ഉണ്ടെങ്കിൽ നീ എനിക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് പറയണം. ബാക്കിയുള്ള പായസം അത് ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു, വിക്രമിന് കൊടുത്ത് ഉറക്ക ഗുളിക കലക്കി കൊടുത്തതിൻ്റെ ബാക്കി പായസം നമ്മുടെ നന്ദിനി കുടിച്ച് അവളും ഉറക്കമായെന്ന് ശ്രീജ പറയുകയാണ്. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണ്. നന്ദിനി കൂർക്കം വലിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ റൂമിൽ വിനായകൻ വരികയാണ്. അപ്പോൾ വിനായകൻ എത്ര തട്ടി വിളിച്ചിട്ട് നന്ദിനി എണീക്കുന്നില്ല, ഇവിടുത്തെ എന്ത് ഉറക്കമാണ് ശാപം എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ മനുഷ്യർ ഉറങ്ങുമോ? എൻ്റെ കൂർക്കം വലി കാരണം എനിക്കിവിടെ ഉറങ്ങാനും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വിനായകൻ തലങ്ങനെ എടുത്ത് വെളിയിൽ സെറ്റിയിൽ പോയി കിടക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആവുകയാണ്. അപ്പോൾ വേദ കുളിച്ചൊക്കെ വരികയാണ്. അപ്പോൾ ഡ്രസ്സ് കഴുകിയിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശ്രീജ പറയുകയാണ്, വേണ്ട മോളെ, ഞാൻ കഴുകിയിട്ടോളാം എന്ന് പറയണം. അത് കുഴപ്പമില്ല ശ്രീജേട്ടത്തിന് പറഞ്ഞിട്ടും ശ്രീജ സമ്മതിക്കാതിരിക്കുകയാണ്. നീ വിക്രമിനെ ചെന്ന് വിളിച്ചുണർത്തും, ഞാൻ ചായയുമായിട്ട് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ അടുക്കളയിൽ ചായ എല്ലാം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി ദേഷ്യത്തിൽ വരികയാണ്. അതേ കണ്ടു, എൻ്റെ നെറ്റിയിൽ വിനായകമായിട്ട് എഴുതി ഒട്ടിച്ചിട്ട് പോയതാണ്, നീയൊക്കെ എന്നെ ഇന്നലെ ഉറക്ക ഗുളിക എടുത്ത് കിടത്തിയില്ലേ, ആ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പോലും അറിഞ്ഞില്ല, ശ്വാസം ഉള്ളത് കൊണ്ട് നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായെന്ന്, നിൻ്റെ കുശുമ്പ് കുന്നായ്മ കുറച്ചില്ലെങ്കിൽ ഇതിനപ്പുറവും നീ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നന്ദിനി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രീജയ്ക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. ഈ ചായ ആർക്കാണ് എടുക്കുന്നത്? അത് വിക്രമിനാണ്, ഞാൻ കൊണ്ട് കൊടുത്തോളാം, എനിക്ക് അവനോട് 4 വർത്തമാനം പറയാനുണ്ടെന്നും പറഞ്ഞ് നന്ദിനി വിക്രമിൻ്റെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് വിക്രം ഉറക്കം എണീറ്റിരിക്കുകയാണ്. അയ്യോ, രാവിലെ ആയോ എന്നൊക്കെ വേദയോട് ചോദിക്കുക. അതേ രാവിലെ ആയല്ലോ. എന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുകയാണ്. ഇന്നലെ ജോസഫ് വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതേ വിളിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഉറക്കമാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ ഉറക്കമാണെന്നോ, നിനക്ക് എന്നെ വിളിച്ചുണർത്തിക്കൂടെയിരുന്നോ? അയ്യോ, പിന്നെ എനിക്ക് നിങ്ങളെ വിളിച്ചുണർത്തി അടിപിടിക്ക് വിടാനല്ലേ ജോലി എന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദിനി വന്ന് വിളിക്കുകയാണ്. എടാ വിക്രം, ഇങ്ങോട്ട് ഇറങ്ങി വാടാ, എനിക്ക് നിന്നോട് 4 വർത്തമാനം പറയാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഈശ്വര, നന്ദിനിയേട്ടത്തിൽ 4 കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ, ഇനി എന്തായാലും വരണിടത്ത് വെച്ച് കാണാമെന്ന് വേദയും പറയുകയാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്